ഹലോ ഗായ്സ്, രാവിലത്തെ കുറച്ച് പരിപാടികൾ ഞങ്ങൾ കാണിച്ചു തരാം. രാവിലെ ഞങ്ങളെ ഇളയാൾ ഇന്ന് ഫാം അടക്കുകയാണ്. തുണിയെല്ലാം മടക്കി വയ്ക്കുന്നു. അങ്ങനെ രാവിലെ അടുക്കളയിലെ പണിയെല്ലാം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. പാത്രമൊക്കെ കഴുകണം, ഇന്ന് ചോറ് വയ്ക്കണം, ചോറിന് കൊടുത്തു വിടണം. അങ്ങനെയുള്ള പരിപാടിയിലായിട്ട് നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് പമ്പിൽ പോകണ്ട. ഇത് ഞങ്ങളെ മിട്ടൂസാണ്. അങ്ങനെ രാവിലെ വെള്ളം എടുക്കുന്നു. രാവിലെ വെള്ളം എടുത്തിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെ പോയി ചീര അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെടുക്കാൻ പോവുകയാണ്. ഞങ്ങളെ വഴി അത് സൈഡിൽ കൂടെ പോകണം. അത് ഞങ്ങളെ കുടുംബ വീട് എന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്. അങ്ങനെ ആ വീട്ടിലോട്ട് പോവുക. അവിടെ ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല, അവിടെ ഫ്രിഡ്ജുണ്ട്. അങ്ങനെ അമ്മയത്, ഇത് ഞങ്ങളമ്മ, ചേട്ടായിയുടെ അമ്മയാണ് ഇത്. രാവിലെ അമ്മ ഉറക്കണീറ്റ് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരിക. അകത്തോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. എങ്ങനെ കയറും എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. ഇതല്ല, ഇതിനപ്പുറം കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞ് അമ്മ പിടിച്ച് കയറി ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ്. അകത്തോട്ട് കയറി. അയ്യ, അങ്ങനെ അകത്തോട്ട് കയറി. ഇപ്പം വന്ന് ആ കസേരയിലെങ്കിൽ ഇരിക്കും. വേണ്ട, ഇത് ഞങ്ങളെ ചേട്ടൻ്റെ മോന്, ഇതെൻ്റെ മോള് ഇളയവള്. അവർ രണ്ടുപേരും രാവിലെ കാണുന്ന പരിപാടി കണ്ട കാർട്ടൂൺ, അതാണ് ഇവരെ ജോലി. അങ്ങനെ അമ്മ ആ കസേരയിൽ പിടിച്ച് അവിടെ ഇരിക്കാൻ പോവുകയാണ്. കാണുന്ന കണക്കൊന്നുമല്ല, ആൾ ഭയങ്കര ജോലിക്കാരിയാണ്. ഇപ്പം രാവിലെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതായോണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കോള് വന്നു. അങ്ങനെ അവൻ കൊണ്ട് അമ്മ കോള് വന്നു പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്നു. ഇന്ന് ചേട്ടത്തേക്ക് വായനയ്ക്ക് പോകുന്നു കേട്ടോ. അതിൻ്റെ ഇതിൽ നിൽക്കുക. രാവിലെ പുട്ടുണ്ടാക്കുന്നു. അവൾ പൂച്ചക്കുട്ടി കിടന്ന് കരയുന്നു, ഉറക്കെ കിടന്ന്. രാവിലെ പുട്ടുണ്ടാക്കുന്ന ധൃതിയിലാണ്. രാവിലെ പോകാനുള്ള ഇതിൽ 7 മണിയാകുമ്പോൾ പോകണം, 7-7:30 ആകുമ്പോൾ പോകണം. അതിൻ്റെ ഒരു വെപ്രാളത്തിൽ നിൽക്കുക ചേട്ടത്തി. ഒരു പുട്ടുണ്ടാക്കുന്നു. ഞാൻ ചീര എടുക്കാൻ വന്നതാ. ചീര ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ചീര എവിടാന്നറിയാൻ വയ്യ. പിന്നെ രണ്ടാമത് തുറന്നെടുത്തതാ. എവിടെ ഇരിക്കുന്നറിയാൻ വയ്യ. ഇളയാളെ കൊണ്ടുവച്ചത് കേട്ടാ, അതുകൊണ്ട് അറിയാൻ വയ്യ എവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ എന്തായാലും ചീര കണ്ടുപിടിച്ച് അവിടെ ഒരു പച്ച കവറിൽ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചീര എടുത്ത് അവിടുത്തെ ഞാൻ വന്നപ്പോൾ ഉള്ള അടുക്കളയത്, അവിടുത്തെ അടുക്കളയായിരുന്നു. ചോറ് അരിയടപ്പിട്ടാക്കുന്നു. ചോറ് വേവുന്നു. ഇനി ആ കൊച്ചും ജോലി ഓരോന്നേ ഒതുക്കി വരുന്നേ ഉള്ളൂ. ജോലിയൊന്നും ആയില്ല, എല്ലാം ഒതുക്കി പറക്കി റെഡി ആവുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക. ചീരത്തോരനും ചമ്മന്തിയും മുട്ട പൊരിച്ചതെല്ലാം ആയിട്ട് ചോറ് കൊടുക്കണം. ഇത് ഞങ്ങളെ റോഡാണ്, ഫ്രണ്ടിൽ ഞങ്ങളെ വീട് പൊക്കത്താണ്, അതിൻ്റെ താഴത്തെ റോഡാണ് അത്. വണ്ടിയൊക്കെ പോവും, നല്ല വലിയ റോഡാണ്. ആ റോഡിൽ കൂടെ വഴി കൂടെ ഞാൻ വന്ന് ഇപ്പുറത്ത് വന്ന് ചീര ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ച് അതങ്ങനെ അതെടുത്ത് രാവിലെ തോരൻ വയ്ക്കാനുള്ള എളുപ്പമാണല്ലോ തോരൻ വയ്ക്കാൻ. അങ്ങനെ രാവിലെ അതെല്ലാം കൂടെ പറക്കിയിട്ട് തോരൻ വെച്ചിരുന്ന് അങ്ങനെ ഒരു തേങ്ങ എടുത്ത് പൊതിക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ പൊതിക്കാൻ കൊടുവാളുണ്ട്. തേങ്ങ പൊതിക്കാൻ മറ്റേ കമ്പിപ്പാരയൊന്നും ഇല്ല കേട്ടാ. നമ്മൾ ആ പഴയ ഒരു ചിട്ട. പിന്നെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ, അല്ല പഴയതെന്ന് വെച്ചാൽ അരകല്ല് അതൊക്കെ ഇല്ലേ. ഇപ്പം പിന്നെ എല്ലാവരും മിക്സിയൊക്കെ ഉണ്ടല്ലേ, മിക്സിക്കകത്ത ചമ്മന്തി. പക്ഷേ കല്ലിൽ അരയ്ക്കുന്നതാണ് അതിൻ്റെ രുചി. അങ്ങനെ തേങ്ങ വെള്ളം പൊട്ടിച്ചൊഴിച്ചപ്പോൾ ഒരാൾ വന്ന് അടുത്ത് നിൽപ്പുണ്ട് കുടിക്കാനായിട്ട്. പിന്നെ അയാൾക്കും കൊടുത്ത് ഞാനും കുടിച്ച്. ഞങ്ങൾ രണ്ടുപേരും കുറേശ്ശെ കുടിച്ച്. ബാക്കി അങ്ങ് അവൾക്ക് കൊടുത്ത്. വന്ന് നോക്കി നിൽക്കുക. അങ്ങനെ അവളും കുടിച്ച്. അങ്ങനെ പെട്ടെന്ന് തേങ്ങ തിരുമ്മി ചമ്മന്തിക്കും തോരത്തിനും വേണ്ടി തേങ്ങ തിരുമ്മി അത് കുറച്ച് എടുത്ത് ചമ്മന്തിക്ക് എടുക്കും, കുറച്ച് തോരനും ഇട്ട് ചതച്ചിട്ടതാട്ടോ. ഇച്ചിരി മുളകും ഇതൊക്കെ ചതച്ച് ഇട്ടത്. അങ്ങനെ ചോറ് റെഡിയായി. അതിനകത്ത് ഇച്ചിരി ചീരത്തോരൻ വെച്ച്, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ആവത്തില്ല, അതുകൊണ്ട് ഇലക്കകത്താക്കി വെച്ച് മുട്ട പൊരിച്ചത് അത് ആ സൈഡിലോട്ട് വെച്ച്. ഇനി ചമ്മന്തി. അച്ചാറുണ്ട്. അച്ചാർ ഞാൻ കാണിച്ചില്ല, ഞാൻ കാണിക്കാം അച്ചാർ പിന്നെ കാണിക്കാം. ഇലുമ്പിക്ക അച്ചാറല്ല, സ്റ്റാർ ഇലുമ്പിക്കുണ്ടല്ലോ, അതിൻ്റെ അച്ചാറാണ്. അങ്ങനെ മൊത്തത്തിൽ അടച്ച് സമയം പോകുന്നു പറഞ്ഞ് അവിടെ വിളിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അടച്ച് റെഡിയാക്കി കൊടുത്ത്. അങ്ങനെ അച്ഛൻ എന്ന് വെച്ചാൽ ഞങ്ങൾ അണ്ണൻ ചേട്ടായി ജോലിക്ക് പോകുന്നു.
അങ്ങനെ അവിടെ വെച്ച് തീർന്നു. ടാറ്റാ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റാ.